അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ഉപ്പേരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പല രീതിയിലുള്ള പല വെറൈറ്റി ഉപ്പേരികളും ചെയ്യാറുണ്ട്. ഇന്നൊരു സിമ്പിളായിട്ടുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഉപ്പേരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സദ്യക്ക് ഇതുകൂടെ ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ദിയാൻസ് കണ്ണൂർ കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഞാനിവിടെ ചേന ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാൻ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക. കാരണം നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും നമ്മുടെ മസാലയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതില്ലാത്തവർ ചേർക്കേണ്ട. അപ്പോൾ നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ ബാച്ചായിട്ട് ഇട്ട് എടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ ചേനയുടെ ഉൾഭാഗം നല്ലോണം വേവുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആകാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അടുത്ത ബാച്ചും കൂടെ ഞാനിത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതും അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് കോരി മാറ്റാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കുറച്ച് മണം വരാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നിർബന്ധമില്ല. അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ ലാസ്റ്റത്തെ റെസിപ്പി, സദ്യ റെസിപ്പി. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ തുടങ്ങിയിട്ട് 1 വർഷം തികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായത് 1 വർഷം കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.